ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 19-ാം തിരുവചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനായ ലോകരക്ഷകനായ പാപമില്ലാത്ത ഈശോയാണ് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് യോഹന്നാൻ 17:19 നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല കുടുംബങ്ങളും തകർന്നു പോകുന്നു. അനേകം ദമ്പതിമാരെ ഡിവോഴ്സ് ചെയ്ത് രണ്ട് വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിശാച് ഏറ്റവും കൂടുതൽ ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബങ്ങളെ തകർക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഇന്ന് പിശാചിന് ഒത്തിരി കുടുംബങ്ങളെ തകർക്കുവാൻ വേണ്ടി ഒത്തിരി പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പലരോടും ഇങ്ങനെ പലരും പറയാറുണ്ട്, നിങ്ങൾക്കെതിരെ അവർ കൂടോത്രം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആഭിചാരം ചെയ്തുകൊണ്ടാണ്, നിങ്ങളുടെ ഉള്ളിലെ കൈവശം കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ തകർച്ചയിലേക്ക് കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ നിരാശയിലേക്ക് വീണു പോകും. അപ്പോൾ പിശാചിന് ഇവരിൽ കയറി പ്രവർത്തിക്കുവാനും കുടുംബങ്ങളെ തകർക്കുവാനും സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ആഭിചാരമുണ്ടെന്നോ അല്ലെങ്കിൽ കൈവശം ഉണ്ടെന്നോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കാം. ആ അനുഭവം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും, ആഭിചാരം കൊണ്ടാണോ അല്ലെ കൈവശം കൊണ്ടാണോ ദാമ്പത്യ ജീവിതം തകർന്നു പോകുന്നത് എന്ന്. ഒരിക്കലും ഞാനൊരു ദേവാലയത്തിലിരുന്ന് ഏകാന്തമായിട്ടിരുന്ന് ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി എൻ്റെ തൊട്ടപ്പുറയായിട്ട് വന്ന് ഇങ്ങനെ ഇരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ഇങ്ങനെ ചോദിച്ചു. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ദേവാലയത്തിന് പുറത്തിറങ്ങിയിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഞാൻ ആകെ നിരാശയിലാണ്, എൻ്റെ കുടുംബജീവിതം തകർന്നു പോയി, ഭാര്യയായും വീട്ടിലേക്ക് പോയി, ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല, അതുകൊണ്ട് ആത്മഹത്യ ചെയ്താലോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കാമെന്നോർത്ത് പള്ളിക്കകത്ത് കയറിയതാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്, നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകുമോ, ഒരു കുടുംബജീവിതം ഒന്നിച്ച് മുൻപോട്ട് പോകാമെന്നോ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിന് കാരണം എന്താണ് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഈ വ്യക്തിയുടെ ഭാര്യയുടെ അമ്മയുടെ അനിയത്തി ഇവര് തകർന്നു പോകാൻ വേണ്ടി, ഇവരുടെ കുടുംബം തകർന്നു പോകാൻ വേണ്ടി ആഭിചാരം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഒരു ഉയർച്ച ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് അത്രയും വ്യക്തമായിട്ട് അറിഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ആരോ ഒരാളുടെ അടുത്തിൽ പോയപ്പോൾ അവരിങ്ങനെ പറഞ്ഞതാണ് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും അത് വിശ്വസിക്കരുത്, നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും എന്നിങ്ങനെ പറഞ്ഞ് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒത്തിരി സന്ദേശങ്ങളിലൂടെ ഈ വ്യക്തിയോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമാണ്, ഈ വ്യക്തി കുമ്പസാരിക്കുന്നത് ഒരിക്കലും വിശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടല്ല കുമ്പസാരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തിയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഞാൻ മാസത്തിലൊന്നോ ആഴ്ചയിലൊന്നൊക്കെ ഇങ്ങനെ കുമ്പസാരിക്കുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ പാപം ചെയ്യുമ്പോൾ അത് ന്യായീകരിച്ചുകൊണ്ടാണ് കുമ്പസാരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തിയോട് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൾ കാരണമാണ്, അവൻ കാരണമാണ്, അല്ലെങ്കിൽ അവര് കാരണമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കുമ്പസാരിക്കുന്നത് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കുമ്പസാരിക്കുമ്പോൾ, നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ ന്യായീകരിച്ചുകൊണ്ട് കുമ്പസാരിക്കും. അവൻ കാരണമാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ അവൾ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് നമ്മളിവിടെ ന്യായീകരിച്ച് കുമ്പസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവിക വരപ്രസാദം കടന്നു വരികയോ നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ വിശുദ്ധിയോടുകൂടി ഈശോയെ സ്വീകരിക്കുവാനോ നമുക്ക് സാധിക്കാതെ പോകും. ഈ കുറച്ചു നാൾ മുമ്പ് ഒരു വ്യക്തി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ കുടുംബജീവിതം തകർന്നു. അപ്പോൾ ആരോ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് സർപ്പദോഷമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബജീവിതം തകർന്നു പോയത് എന്ന്. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, സർപ്പദോഷം ക്രിസ്ത്യാനിക്കുണ്ട്, അത് ഉൽപ്പത്തി മുതൽ ഉള്ളതാന്ന് പറഞ്ഞു. ആദവും ഹവ്വായെയും വഞ്ചിക്കാൻ വേണ്ടി വന്ന സർപ്പം, ആ ഒരു സർപ്പദോഷം ഇന്നും നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അതിലൊന്നും വിശ്വസിക്കരുത്. നമ്മൾ കുമ്പസാരിക്കുക, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക. നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദവും ഹവ്വായും അവിടെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഹവ്വ പറഞ്ഞു, സർപ്പം എനിക്ക് പഴം തന്നതുകൊണ്ടാണ്. ആദം പറഞ്ഞു, നീ എനിക്ക്, പിതാവായ ദൈവത്തോട് പറഞ്ഞു, നീ എനിക്ക് തന്ന സ്ത്രീ എനിക്കിത് പഴം തന്നതുകൊണ്ടാണ് ഞാനിത് കഴിച്ചത് എന്ന്. അവിടെ ആദവും ഹവ്വായും ന്യായീകരിച്ച് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കിയില്ലായിരുന്നു.
പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ ന്യായീകരിക്കുന്നുണ്ട്. ഒരിക്കലും ന്യായീകരിക്കാതെ കുംഭസാരത്തിലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവിക വരപ്രസാദത്തിലേക്ക് കടന്നു വരികയും തിന്മ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാതെയും വരും. ഏതായാലും ഈ വ്യക്തിയോട് ഞാനിത് പറഞ്ഞപ്പോൾ ഈ വ്യക്തി കുംഭസാരത്തിലെ പാപങ്ങളെല്ലാം ഏറ്റുപറയാമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഈ വ്യക്തി ഏതായാലും പോയി ശാന്തമായിട്ടിരുന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് പാപങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ച് പോയി കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞു. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, ഈശോയെ സ്വീകരിച്ചു. ഇന്ന് ആ വ്യക്തി ഭാര്യയും ഒന്നിച്ച് 3 കുഞ്ഞുങ്ങളുമായിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ മുൻപോട്ട് കുടുംബജീവിതം നയിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ അവർ പറയും നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ അവർക്കെതിരെ നിങ്ങളുടെ ഉള്ളിൽ കൈവശം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ ഈശോ സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സക്കേവൂസ് ഈശോയോട് പറയുന്നുണ്ട്, വഞ്ചിച്ചെടുത്തതെല്ലാം ഞാൻ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ ഈശോ സക്കേവൂസിനോട് പറയുന്നുണ്ട്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ ഈശോയുടെ പ്രിയപ്പെട്ട മകനും മകളും ആയിട്ട് മാറും. അല്ലാതെ കൂടോത്രമോ ആഭിചാരമോ കൈവശമോ അല്ലെ സർപ്പദോഷമോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ നിരാശയിലേക്ക് തള്ളിവിട്ട് ഈശോയിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാനും പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും അവസരം തുറന്നു തരികയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ തന്നെ ഒന്ന് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. ഈശോയെ, ഞാനും അങ്ങിൽ നിന്ന് അകന്നു പോകാനുള്ള പാപങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ച് ശാന്തമായിട്ടിരുന്ന ഒരു പേപ്പറിൽ എഴുതി കുമ്പസാരിക്കുമ്പോൾ നമ്മളിലേക്ക് ദൈവിക വരപ്രസാദം കടന്നു വരും. ഈശോയുടെ പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും സാന്നിധ്യവും എപ്പോഴും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണം എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന പരിശുദ്ധ പരമദിവികാരമായ ഈശോ, പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ഇന്ന് ഏത് വിഷമത്തിലൂടെയാണോ, ദുഃഖത്തിലൂടെയാണോ, ദുരിതത്തിലൂടെയാണോ, ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? സുവിശേഷത്തിൽ നമ്മൾ ഈശോയുടെ സ്നേഹിതനായ ലാസറിനെ കാണുന്നുണ്ട്. ലാസർ രോഗബാധിതനായി കിടക്കുമ്പോൾ ഈശോ ലാസറിനെ കാണുവാൻ വേണ്ടി പോകുന്നില്ല. എന്നാൽ ലാസർ മരിച്ച് 4 ദിവസം കഴിയുമ്പോഴാണ് ഈശോ ബെഥാനിയയിലേക്ക് പോകുന്നത്. ലാസറിന്റെ സഹോദരിമാരായ മറിയത്തോടും മർത്തായോടും ഈശോ പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. അതിനുശേഷം നമ്മൾ കാണുന്നു, മരിച്ച് ശരീരം അഴുകിയ ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ഓർത്ത്, പ്രശ്നങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ട, വേദനിക്കേണ്ട. പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോയിൽ പരിപൂർണമായിട്ട് വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും.